നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 58 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായ നീതി പ്രസ്താവിക്കുന്നുവോ? മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്കു പറഞ്ഞ് തെറ്റി നടക്കുന്നു. വചനഭാഗത്തെ നമ്മൾ കേട്ടാൽ, ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു, മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നീതി പ്രസ്താവിക്കുന്നുണ്ടോ? പരമാർത്ഥമായിട്ട് വിധിക്കുന്നുണ്ടോ? പരമാർത്ഥമായ ഒരു വിധി നടപ്പാക്കൽ ഉണ്ടോ? ഒക്കെ നമ്മൾ ഓർത്ത് നോക്കിയാൽ ദൈവസന്നിധിയിൽ ദൈവപ്രവൃത്തി എത്ര വലുതാണെന്ന് നമുക്ക് നോക്കാനായിട്ടുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷിക്ക്, കർത്താവിനെ ഭയപ്പെടുന്ന, കർത്താവിനെ ഭയഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഏതൊരുവൻ്റെയും മനസ്സിൽ അറിയായ്മയുടെ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെ ഓർത്തുള്ള പ്രാർത്ഥനയുണ്ടാവും. പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും അകത്തൊരു നീതി മനസ്സിലുണ്ടാവും. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുടെ മനസ്സിൽ ഈ ഒരു ദൈവ പ്രവൃത്തി അവരുടെ ഉള്ളത്തിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആമേൻ. എന്നാൽ ഇവിടെ വചനം കേൾക്കുന്നത്, നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നവരെ. നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ തുടങ്ങിയാൽ മതി, ലോകത്ത് എന്ത് ദോഷങ്ങൾ വേണമെങ്കിലും ചെയ്തു കൂട്ടുന്നൊരു അനുഭവം ഉണ്ടാകും. അപ്പോൾ പ്രവൃത്തി എവിടെ വരുന്നുണ്ട്? ഹൃദയത്തിൽ നിന്ന് ആ ദുഷ്ടത പ്രവർത്തിക്കുക. വചനം അടുത്ത് നമ്മളെ കേൾപ്പിക്കുന്നു, ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ദുഷ്ടന്മാർ ഒരിടത്തും അടങ്ങി പാർക്കത്തില്ല. അവർ ദുഷ്ടത വകഞ്ഞുണ്ടാക്കി അതുവഴി ഒരു യാത്രയാണ്. എന്നിട്ട് അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ നടപ്പും തെറ്റായ രീതിയാണ്. അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നവന്ന്. തെറ്റി നടക്കുന്നവരുടെ വായിൽ നിന്ന് ഒരിക്കലും സത്യത്തിൻ്റെ വാക്ക് വീഴത്തില്ല. ദൈവമക്കളെ, വചനം കേട്ടോ. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ഇത് എത്ര സത്യം! അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നതാണ്. അവർക്ക് സ്ഥിരമായിട്ട് നിൽക്കാനോ വസിക്കാനോ അവർക്ക് സാധിക്കത്തില്ല. അവർക്ക് സ്ഥിരത ഉണ്ടാവില്ല. അവർ ഭോഷ്ക് പറയുക, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ സന്തോഷം അതാണ്. അങ്ങനെ പറഞ്ഞ് തെറ്റി നടക്കുന്ന ഒരനുഭവം. കാലങ്ങളിൽ നമുക്കൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ, മുമ്പ് പറഞ്ഞ പോലെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ കുറവ് വശങ്ങളേറെ വന്നിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ആ വെളിച്ചം വീശിക്കൊണ്ട് വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഭയഭക്തിയോടും കൂടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളൊക്കെയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്തു പോയ സകല പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കർത്താവേ, എന്നോടൊപ്പം ചേർന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാഭാവത്തെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. കർത്താവെ, ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല സാക്ഷിയെ തീരുവാൻ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്മാർ തെറ്റി നടക്കുന്നൊരനുഭവമാണല്ലോ കർത്താവെ. അവർ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്ന വചനം കേൾപ്പിച്ചല്ലോ. ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഒരു വാക്ക് പോലും ദോഷമായി വന്നു ഭവിക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാവരെയും കരുതുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ,
എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ വിശ്വസിക്കുന്ന മക്കളെ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കുറവ് വശങ്ങളൊന്നും അനുഭവിക്കാതിരിക്കാൻ ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. യേശുവേ സ്തോത്രം.